ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടൊരു തീയലാണ്. അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ, ഒരു പാവയ്ക്കേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയും ഉള്ളിയും കരിവേപ്പിലയും കൂടി ഒന്ന് മൊരിയെ വറുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു പാവയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അത്രയും കുറച്ച് മതി. മുളക് പൊടി ഇട്ടു. ഇനി അതിനകത്ത് വേണ്ടതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അത് മൂത്ത് വാങ്ങി വെച്ചു. ഇനി പാവയ്ക്ക ചെറുതായി നുറുക്കിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പാവയ്ക്കയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. എന്ന് വെച്ചാൽ അത് നല്ല നൈസായിട്ടാണ് ഞാൻ പാവയ്ക്ക അരിഞ്ഞേക്കണേ. അപ്പോൾ അത് കാരണം അതൊന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് വേവിക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളതും കൂടി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ടാണ് അതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതാദ്യം വെന്ത് വരട്ടെ. അടച്ച് വെച്ചാൽ മാത്രം മതി, വെള്ളം ചേർക്കണ്ട. അല്ലാണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതേ പാവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് കണ്ടല്ലോ, പുളിയുടെ അളവ് കണ്ടല്ലോ, അത്രയും പുളി, അത് മതി. ആ പുളി ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ആ പുളിയിലതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ വെള്ളം ഒഴിക്കരുത്. ആ അരപ്പ് അതിനകത്തൊന്ന് വഴന്ന് കിട്ടണം. അരപ്പ് അതിനകത്തൊന്ന് വഴന്ന് കിട്ടുമ്പോഴേ അതിൻ്റെ ആ ശരിയായ കളറ് കിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറുകിയിരിക്കുന്ന കറി ആയത് കാരണം അത്രയും മതി, അത്രയ്ക്കേ വെള്ളം വേണ്ടു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അതിനകത്തേക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഒരു നുള്ളു ശർക്കര, അല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ആ പാവയ്ക്ക വഴറ്റിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കടുക് വറുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. ഒന്ന് വറുത്ത് വെച്ച് ഞാൻ സർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചത്. അതിനകത്തേക്ക് തന്നെ ഞാൻ കടുകും വറുത്തിട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക തീയൽ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കി വെക്കുന്നത് വഴുതനങ്ങ കൊണ്ട് മെഴുക്കുവരട്ടിയാണ്. വയലറ്റ് കളറിൻ്റെ വഴുതനങ്ങ കൊണ്ട് മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കി.